അങ്ങനെ നമ്മുടെ അനുമോളുടെ പി ആറിന് ആകെ കൂടെ പണി കിട്ടിയിരിക്കുകയാണ്. ഇപ്പം പറഞ്ഞ ക്യാഷും ഇല്ല, കാറും ഇല്ല, ഒന്നുമില്ല. നടന്നിരിക്കുന്നത് കിട്ടിയതെന്ന കുറ്റപ്പെടുത്തൽ മാത്രമാണ്. ഇത് പറയുന്നത് നമ്മുടെ ബിന്നിയുടെ പ്രതികാരം എന്നാണ് പറയുന്നത്. അനുമോളുടെ പി ആർ ചെയ്ത വിനുവായിട്ടിപ്പം തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ് അനുമോള്. എന്നാൽ ഈ അനുമോൾ വിന്നറാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് നമ്മുടെ പി ആർ ബിനുവായിരുന്നു. പക്ഷേ ഷോ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞതേ ഉള്ളൂ. രണ്ടുപേർക്കുള്ള ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അനുമോൾ ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും ഉള്ള സമ്മർദ്ദം കൊണ്ട് ആവണം അനുമോളിൽ നിന്നും അകലം പാലിച്ചുകൊണ്ടാണ് ഇപ്പോൾ വിനു ഇത് പറഞ്ഞിരിക്കുന്നത്. ഇത് പറഞ്ഞത് മൈൽ സ്റ്റോൺ മേക്കേഴ്സിൻ്റെ അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വെച്ചാണ് വിനു പോയിരുന്നത്. വിനുവിന് അവാർഡ് കൊടുത്തായിരുന്നു. എന്നാൽ അവിടെ വെച്ച് വിനു എന്തോ അനുമോളുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ ഒരു ഇഷ്യൂ സംസാരിക്കുകയും അനുവിൻ്റെ ബാക്കി ഫാൻസ് ഗ്രൂപ്പാണ് അത് ചെയ്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരുന്ന്. എന്നാൽ ആ ഗ്രൂപ്പിൽ അനുവിൻ്റെ ചേച്ചി ഉണ്ടെന്ന് പറഞ്ഞ് ഇതാണ് പ്രശ്നമായതെന്നാണ് പുറത്തു വരുന്നത്. പക്ഷെ അനുവിൻ്റെ ചേച്ചി ഇക്കാര്യം അറിഞ്ഞ്, എന്നാൽ ഇത് അനുവിൻ്റെ ചേച്ചി വിഷമം ഉണ്ടാക്കിയെന്നും ഇതോടെ അനുവും വിനുവും തമ്മിൽ ഒരു സംസാരമായെന്നും പരസ്പരം സോഷ്യൽ മീഡിയയിൽ ബ്ലോക്ക് ചെയ്തെന്നൊക്കെ ഇവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു വോയിസിൽ പറയുന്നുണ്ട്. എന്നാൽ ബിന്നിയും നൂബിനും സൈബർ ആക്രമണത്തെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് വേറൊരു ഗ്രൂപ്പാണതെന്നും ആ ഗ്രൂപ്പിനെ കുറിച്ച് അനുമോളുടെ ചേച്ചിയോട് ചോദിക്കുന്ന ഒക്കെയാണ് വിനു പറയുന്നത്. പിന്നെയെന്ന് പറയുന്നത് അനുമോളും താനും വഴക്കുണ്ടായെന്നും ബിന്നിയുടെ വാക്ക് കേട്ട് തന്നെ കുറ്റപ്പെടുത്തിയപ്പോഴാണ് വിഷമമായെന്നും വിനു പറയുന്നു. എന്നാൽ വിനു അനുമോൾ ജയിച്ച പ്രധാന പങ്കുവച്ച ആളാണ്. അത് അനുമോൾ വിജയിച്ചതിന് വിനു കാരണമാണെങ്കിലും അല്ലെങ്കിലും വിനു ചർച്ചയിലേക്ക് വന്നത് അനുമോളുടെ വിജയത്തിൻ്റെ തിളക്കത്തിന് മങ്ങലേൽപ്പിച്ചെന്നാണ് അനുമോളുടെ ഫാമിലി തന്നെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിന്നറായ ശേഷം അനുമോളിൽ നിന്നും വിനു ചില സഹായങ്ങൾ പ്രതീക്ഷിക്കുന്നതെന്ന് വ്യക്തമാണ്. എന്നാൽ ബിഗ് ബോസിൽ സമ്മാനമായി ലഭിച്ച കാർ അനുമോൾ തനിക്ക് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നെന്ന് വിനു ഒരു ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞായിരുന്നു. എന്നാൽ തൻ്റെ പഴയ കാർ പോലും ആർക്കും കൊടുക്കില്ലെന്നും അഡ്വാൻസ് വാങ്ങിയതാണെന്നുമാണ് അനുമോൾ പറയുന്നത്. ഇപ്പോൾ എന്തോ പറയേണ്ടിയ, വിനു എന്ന് പറയുന്ന നമ്മുടെ വഴിയാതവരായി, അത് തന്നെ പറയാം.